ഇതിനു പകരം കണ്ണ് എന്ന നയം ലോകത്ത് വന്നു കഴിഞ്ഞാലേ ലോകത്തുള്ള ആളുകൾ മൊത്തം അന്ധന്മാരായിരിക്കും എന്ന ഗാന്ധിജിയുടെ വാക്കുകളെ ഇന്ന് പലസ്തീന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ മനസ്സ് കിടന്ന് കുലുങ്ങുക. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് വേദന മാത്രമല്ലേ തരുന്നുള്ളൂ. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല. അത് സത്യവും കരുണയും നീതിയും ഒക്കെയാ. ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാം. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പലസ്തീനിലും അതുപോലെ ലോകത്തിന്റെ എല്ലാ കോണിലും സമാധാനത്തിന്റെ വെളിച്ചം പരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. நீ அவுத்து போட்டு ஆடுனா உனக்கு நல்ல பாடவுஸ் வரும், நல்ல வியூவர்ஸ் போவோம். உனக்கு நிறைய மாமாவா வீட்டுக்கு வருவாரு. காலத முண்டை மொத்த பொம்பளைகளுக்கு பேரையும் கெடுக்கியடா. காலத முண்டையா ஒரு சில முண்டை இப்படி கிடந்துட்டு ரொம்ப அநியாயம் பண்ணுதாளுங்க. இப்போ அங்க பஸ்ல 2 பேர் இருக்கக்கூடிய சீட்ல ஒரு அக்கா இருந்தான்னா அதுகிட்ட போய் ஒரு ஆம்பளை பையன் உட்கார்றதுக்கு அச்சப்படுவான். இதுவே ஒரு ஆம்பளை பையன் வந்து அந்த சீட்ல உட்கார்ந்தோம்னா ஒரு அக்கா போய் தம்பியா நினைச்சு போய் உட்காருவாவ. அந்த மாதிரி இங்க நடக்கல. ஆனா இந்த காலத முண்டையில எனக்கு இப்ப என்னமோ சொல்லணும்னு சொல்லுது. இந்த முண்டைய காலத முண்டைய ஒரு சில முண்டைய இப்படி கிடந்துக்கிட்டு மொத்த பொம்பளைகளுக்கு പേരെയും കെടുക്കാ. ഇത്ര മുണ്ട അവൾക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ, അതായത് പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, ഏതൊക്കെ രീതിയിൽ ഇടപെടണം എന്നൊക്കെ ആയിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. അവളെ മനസ്സ് ആഗ്രഹിച്ചതും അവൾ പറയാൻ ഉദ്ദേശിച്ചതും ഇതായിരുന്നു. പക്ഷെ ഇന്ന് ഷിംജിത എന്താ പറയുക, പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വടകരയിലുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അവളെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ പറയാനുള്ളതേ, ശരിക്കും ഞാൻ ആദ്യം തന്നെ പറയണമെന്ന് ഇതാണ്. അപ്പോൾ റോഡിൽ നിങ്ങൾ മര്യാദയ്ക്ക്, അതായത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക. പിന്നെ ആർക്കും എന്താ പറയുക, അപകടങ്ങൾ വരാത്ത രീതിയിലുള്ള വാഹനം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിരവധി അപകടങ്ങൾ നമ്മുടെ കേരളത്തിൽ ഓരോ തുടർക്കഥയായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് കല്ലടിക്കോട്, കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കല്ലടിക്കോട് കാഞ്ഞിക്കുളത്ത് വെച്ചിട്ട് ഒരു ഓട്ടോ മറിഞ്ഞിട്ട് 2 പേര് മരിക്കേണ്ടായി. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായത്, അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു CCTV ക്യാമറയിൽ ബൈക്ക് പിന്നെ റോഡിൻ്റെ സെൻറ്ററിലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം. പക്ഷെ അതാരും പറഞ്ഞിട്ടില്ല. അവർ മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. കാരണം ഇതൊന്ന് വിശദമായിട്ട് അന്വേഷിക്കാൻ ഇവിടുത്തെ അധികാരികൾക്കോ അല്ലെങ്കിൽ പോലീസിൻ്റെ സംവിധാനത്തിനോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും സമയമില്ല. അവർക്ക് അതിനുള്ള വിശദമായിട്ട് അന്വേഷിക്കാൻ അവർക്ക് അറിയില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യൻ്റെ ജീവന് ഇത്രയേ ഉള്ളൂ വില എന്ന് ആണിപ്പോൾ എല്ലാവരും എന്താ പറയുക കരുതി വച്ചിരിക്കുന്നത്. അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആരായാലും മനുഷ്യൻ്റെ ജീവന് അല്ല ജീവിതത്തിന് പട്ടിയുടെ അല്ല മൃഗത്തിൻ്റെയൊക്കെ അത്രയും വിലയില്ല. അപ്പോൾ നിങ്ങൾ റോഡിൽ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രാഫിക്കിൻ്റെ ലൈന് തെറ്റിക്കാതെ നിങ്ങൾ വാഹനം ഓടിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ വലിയ വാഹനങ്ങളെ നിങ്ങൾ പിന്നെ ഒരു മര്യാദ കൊടുക്കുക. വലിയ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ട്രെയിലർ, ലോറി, വലിയ കണ്ടെയ്നറുകൾ, അതേപോലെ ബസ്സുകൾ, അതേപോലെ ടിപ്പർ, ഇവർക്കൊക്കെ നിങ്ങൾ മര്യാദ കൊടുക്കുക തന്നെ വേണം. അതായത് ഒരു ബഹുമാനം കൊടുക്കുക. ഒരു ബഹുമാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുറച്ചിലുമില്ല, നിങ്ങൾക്ക് അഭിമാനം തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞാൻ വലിയൊരു ആഡംബര കാറായിട്ട് വരികയാണ്, അവൻ വേണമെങ്കിൽ സൈഡ് തരട്ടെ അല്ലെങ്കിൽ അവൾ തരട്ടെ എന്നൊന്നും നിങ്ങൾ വിചാരിച്ചിട്ട് വാഹനം ഓടിക്കരുത്. അപ്പോൾ ആക്സിഡൻറ്റുകൾ പരമാവധി നമുക്ക് എന്താ പറയുക കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ എൻ്റേതായ ഒരു എന്താ പറയുക കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക. അപ്പോൾ പറയുന്നത് ഷിംജിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാരുടെ അഭിപ്രായം വളരെ മോശമാണ്. പ്രത്യേകിച്ച് അരീക്കോട് ഭാഗത്താണ് അവരുടെ വീട്. അപ്പോൾ അവിടുന്ന് പിന്നെ ഭർത്താവുമായിട്ട് പിണങ്ങി 6 മാസത്തോളം പിണങ്ങി കഴിയായിരുന്നു, മാറി താമസിക്കുകയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വാടക വീട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. മുഴുവനായിട്ടും അസഭ്യമായിട്ടുള്ള വാക്കുകൾ, തെറികളെ കൊണ്ട് ഇങ്ങോട്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ സംസ്കാരം അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും അങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് അവളെ അത് എത്തിച്ചതാണോ, ഇനി അവൾ സ്വയം എന്താ പറയുക അറിവില്ലായ്മ കൊണ്ട് തെറ്റിപ്പോയതാണോ, ഇനി അറിവ് കൊണ്ട് അഹങ്കാരം കൂടിപ്പോയതിൻ്റെ ഒരു കാര്യമാണോ ഒന്നും നമുക്ക് അറിയില്ല. എന്നിരുന്നാലും പോലീസിൻ്റെ വാഹനത്തിൽ കൊണ്ടുപോകേണ്ട ഒരാളെ ഒരു പ്രൈവറ്റ് കാറിലാണ് കൊണ്ടുപോയത്. അതിന് പിന്നെ എന്താ പറയുക, ചില ആൾക്കാർ, അതിൽ ഞാനും ഉണ്ട്. കാരണം ഒരു VIP അല്ലെ VVIP എന്നുള്ളൊരു പരിഗണന കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ ഒരു സംസ്കാരമാണെന്ന് അറിയുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ
ജയിലിൽ പോയാൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ഏതെങ്കിലും രീതിയിൽ കേസ് പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പെറ്റി കേസ് പറ്റി കഴിഞ്ഞാൽ നമ്മളൊക്കെ കൊണ്ടുപോകുന്ന പോലീസ് ജീപ്പിലാണ്. അപ്പം ഇവൾക്ക് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാനുള്ള കാര്യം തുറന്നു പറയാം, അവൾ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഇത്രയും സുരക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത്, ആദ്യം തുടങ്ങാനൊന്നുമില്ല, അത് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ടാവും. പക്ഷെ അതിനേക്കാൾ നമ്മൾ ചെറുതായിട്ട് പറയാം. ഏതോ ഒരു PP ദിവ്യയെ, അതേപോലെ വേറെ ഏതോ 2-3 ആൾക്കാരും കൂടി ഉണ്ട്. ഇപ്പോൾ അതേപോലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം തന്നെ പറയാം. ഏതോ ഒരു പിന്നെ ഒരു അതിജീവിത മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി കൊടുക്കണോ. ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നെ ഫ്ലാറ്റിൽ പോയിട്ട് പോലീസുകാർ ചെന്നിട്ട് അറസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പോലീസുകാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്താണ് കേസ്, എന്താണ്. അപ്പോൾ പോലീസിൻ്റെ ഒരു എന്താ പറയുക, ഒരു വൃത്തികെട്ട രീതിയാണ് അവിടെ കണ്ടത്. അതേപോലെ തന്നെ ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവൾ ലീഗിൻ്റെ ഒരു പിന്നെ മെമ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ ഈ അരീക്കോട് ഭാഗത്തുള്ള ഈ 22ാം വാർഡോ അങ്ങനെ എന്തൊക്കെയോ ഒരു വാർഡാണ്. അപ്പോൾ അവിടുന്നൊക്കെ അവർ ഒഴിവാക്കിയണോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൽ തെറ്റ് പറ്റിയത് അവൾക്ക് തന്നെയാണ്. കാരണം ഇപ്പോൾ കേരളത്തിലുള്ള യൂട്യൂബേഴ്സ്, അതേപോലെ തന്നെ പിന്നെ ഫേസ്ബുക്കിലുള്ള പേജുകൾ, അവരൊക്കെ മൊത്തം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ദീപക്കിന് നീതി വേണം. തീർച്ചയായിട്ടും ദീപക്കിന് വേണം. ദീപക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പുരുഷന്മാരാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പുരുഷന്മാർ തന്നെയാണ്. ഈ സമാധാനം കെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളാണ്. കാരണം ചില വീഡിയോയിലൊക്കെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ നമുക്ക് അവിഹിതായുധമായിട്ട് നമുക്ക് വരാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ വരാറുണ്ട്. ഈ സ്ത്രീകൾ കാമുകൻ്റെ കൂടെ കിടന്നിട്ട് പിന്നെ ഭർത്താവിന് വിളിക്കുക, ഇല്ലെങ്കിൽ മക്കൾക്ക് വിവരങ്ങൾ അന്വേഷിക്കുക, ഇല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഞാൻ കുറച്ച് പുറത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇതാ കൊണ്ടേക്കോളി. അപ്പോൾ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്ത്രീകളെ ഇപ്പോൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു വാർത്താ ചാനലിൽ ഒരു സ്ത്രീ പറയണ്ടായി, ആണുങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, പക്ഷെ പെണ്ണുങ്ങളെ, അതൊരു സ്ത്രീയാണ് പറഞ്ഞിട്ടോ, അപ്പോൾ പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം ഇതിന് മുന്നേ നമുക്കറിയുന്ന കാര്യം തന്നെ, ഒരു സ്ത്രീക്ക് ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിട്ട് ഒരു സ്ത്രീക്ക് ഏകദേശം ഒരു 5 പുരുഷന്മാരുണ്ട്. അതിൽ ഒന്ന് ഭർത്താവാകാം, ഒന്ന് കാമുകനാകാം, ഒന്ന് ബെസ്റ്റി ആവാം, അല്ലെങ്കിൽ ഒന്ന് വേറെ എന്തെങ്കിലും രീതിയിലുള്ള, അതായത് അവളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവളുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കാനുള്ള ഒരാളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ 4-5 കൂടുതലോ ആളുകളുമായിട്ട് ഇവർക്ക് കണക്ടിവിറ്റി ഉണ്ട്, ശരിക്കും ഉണ്ട് എന്നാണ് പറയുന്നത്, സർവേ പറയണത്. അപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ സ്ത്രീകളെ വിശ്വസിക്കുക എന്നാണ് ഇപ്പോൾ പൊതുസമൂഹത്തിലുള്ളൊരു ചർച്ച. അപ്പോൾ നമ്മുടെ കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക, വിവേകമില്ലായ്മ, നമുക്ക് സംരക്ഷണമോ പൊതുവായിട്ട് പൊതുമധ്യത്തിൽ നമുക്ക് സുരക്ഷയും തരുന്ന പോലീസ് കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാട്ടിക്കൂട്ടിയ എന്താ പറയുക പേക്കൂത്ത്, അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വാഹന ജാഥയാത്രയ്ക്ക് പിന്നെ പല പരിപാടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ നമ്മൾ മറുപടി കൊടുത്തിട്ടോ ഒരു കാര്യമില്ല. പിന്നെ ഈ ദീപക് എന്ന് പറയുന്ന ആള് പിന്നെ ഏകദേശം മരിച്ചിട്ടിപ്പോൾ ഒന്ന് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ അതിൽ ഇവൾക്ക്, അതായത് FIR എഴുതിയിട്ടുള്ളത് IT ആക്ട് ചുമത്താതെയാണ്. ഏതൊക്കെ ഒരു BNS പ്രകാരമുള്ള പിന്നെ ചെറിയ, അതായത് ജാമ്യത്തിൽ ഇറങ്ങാവുന്നൊരു ഇത് തന്നെയാണ്. പക്ഷേ വാർത്താക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാമ്യത്തിൽ വാർത്താക്കാർ മാത്രമല്ല മൊത്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഷിംജിതയെ പിടിച്ചു എന്നുള്ളൊരു സൂചന മാത്രമായിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ സൂചന മാത്രമാണോ ഈ വാർത്താക്കാർ ചെയ്യുന്നത്? പിന്നീടാണ് അത് അറിയാൻ കഴിഞ്ഞത്. അറസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ അതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോലീസ് സംവിധാനം വളരെ എന്താ പറയുക താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് നമ്മുടെ ആഭ്യന്തരത്തിലുള്ള മുഖ്യമന്ത്രിയെ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് നാണംകെട്ട സർക്കാരാണ്, നാണംകെട്ട പിണറായി സർക്കാർ ആഭ്യന്തരം ഭരിക്കുന്ന ഒരാളാണ്, അയാൾക്ക് അറിയില്ലേ ഈ കേരളത്തിൻ്റെ എല്ലാ അവസ്ഥകളും അറിയില്ലേ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ജനങ്ങളോട് അല്ലെങ്കിൽ
സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നീതി കിട്ടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസുകാർ തെറി പറയുക, അധിക്ഷേപിച്ച് വിടുക, അപമാനിച്ച് വിടുക, അതൊക്കെ നമ്മൾ പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നീതിക്കായിട്ട് ഇപ്പോൾ കോടതിയിൽ പോയിട്ടും കാര്യമില്ല, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും കാര്യമില്ല. ഇപ്പോൾ ശരിക്കും നീതിക്കായി പോകേണ്ടത് നമ്മൾ മരിക്കുക തന്നെ വേണം. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു നീതി. അപ്പോൾ പറഞ്ഞ് കാട് കയറല്ല. അപ്പോൾ ഇനിയുള്ള ഷിംജിതയുടെ, അതായത് ഷിംജിത മുസ്തഫയുടെ ജീവിതം ഇനി ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, ഈ നമ്മൾ മാംസത്തിൻ്റെ കഷ്ണത്തിനായിട്ടുള്ള എന്താ പറയുക അങ്ങനെയുള്ള ഒരു രീതിയാവും. ഇനിയിപ്പോൾ അത് പച്ചക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ എന്താ പറയുക ദുഃഖകരം തന്നെയാവും. ഒന്നുകിൽ ഇനിയിപ്പോൾ അവൾക്ക് ഉറങ്ങാനോ ഉണരാനോ അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ അവൾക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനോ കഴിയില്ല. കാരണം അത്രയും വലിയൊരു തെറ്റാണ് ചെയ്തത്. പക്ഷെ പിന്നെ എനിക്കിപ്പോൾ അത് അറസ്റ്റ് ചെയ്തു എന്ന് അല്ലെങ്കിൽ അവളെ കോടതിയിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ, അതായത് 100% സങ്കടം എനിക്ക് തോന്നി. കാരണം അവള് ഒരു അറിവില്ലായ്മ കൊണ്ട് എന്താ പറയാ എന്തോ ഒരു രീതിയിൽ പറഞ്ഞു എന്നാണ് ഇപ്പോൾ എനിക്ക് എന്താ പറയാ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി തെറിയുടെ പൂരോ അല്ലെങ്കിൽ പൊങ്കാല ഇടാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം അവൾ ചെയ്ത തെറ്റ് അത്രയും വലിയ തെറ്റായിരുന്നു. കാരണം നമ്മൾ ആ ബസ്സിൽ വെച്ച് കണ്ട കാര്യങ്ങൾ, അയാളുടെ കയ്യിൽ, ആ ദീപക് എന്ന് പറയുന്ന ആളെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാഗ് പൊക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകൾക്ക് രണ്ട് കൈകളും ഒരു കൈ അനങ്ങുമ്പോൾ മറ്റേ കൈയും കൂടി ഒന്ന് ബാലൻസ് കൊടുക്കും. അതാണ് ശരിക്കും അവിടെ കണ്ടത്. പിന്നെ അവൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളെ അടുത്ത് പോയിട്ട് പിന്നെ മുട്ടി നിന്നിട്ടുള്ള വീഡിയോ അത് സ്ലോ മോഷനിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാർത്താക്കാർ പറഞ്ഞത്, മാധ്യമത്തിലെ ചില ചെറ്റകൾ പറഞ്ഞത് 8 മിനിറ്റോളം ഉള്ള വീഡിയോ ഉണ്ട്, അത് പോലീസുകാർ അങ്ങനെയാണ് പറയണതെന്നാണ് പറയുന്നത്. അപ്പോൾ ദീപകിന്റെ കുടുംബത്തിലുള്ള ആളുകൾ പറഞ്ഞത് 8 മിനിറ്റോ 10 മിനിറ്റോ എത്ര ആയാലും നമുക്ക് കുഴപ്പമില്ല, അത് തെളിവായിട്ട് അവര് പിന്നെ കൊണ്ടുവരട്ടെ, ഇല്ലെങ്കിൽ പിന്നെ അവര് വാർത്തകളുടെ മുന്നിൽ, സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരട്ടെ എന്നാണ് ശരിക്കും പറയണത്. ഇതിൽ വല്ലാത്തൊരു ദുരൂഹത തന്നെയുണ്ട്. പിന്നെ ആദ്യം നമ്മുടെ ദീപക് എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ടിൽ നിന്ന് 45,000 രൂപ പിന്നെ എന്താ പറയുക അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് അവരുടെ കൂട്ടുകാർ പറയണത്. അപ്പോൾ ഇത്രയും വലിയൊരു തുക പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഹണി ട്രാപ്പ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പിന്നെ അങ്ങനത്തെ ഒരു ഹണി ട്രാപ്പിൽ പോയിട്ട് ഇല്ല. അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ ഇതും കൂടി പറയാണ്, ആർക്കെങ്കിലും ഇനി സ്ത്രീകൾക്ക് അത് അത്യാവശ്യം സൗന്ദര്യം വേണം കേട്ടോ ഉള്ള ആൾക്കാർ ഹണി ട്രാപ്പിൽ കൊടുക്കാറുണ്ടെങ്കിൽ എന്നെ വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ പിന്നെ അത് പോട്ടെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു BJPയിലെ ഒരു അംഗത്തുള്ളൊരു ഏതോ ഒരാൾ പറയണ്ടായി, ഇനി അങ്ങനെ അതായത് റീൽസിന് വേണ്ടിയിട്ട് ആണുങ്ങളുടെ മാനം കളയുന്ന ആൾക്കാരാണെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്തിട്ട് നമ്മൾ മരിക്കണമെന്ന്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഷംജിത ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഇയാൾ പറഞ്ഞത്. കാരണം ഞാൻ അന്ന് പറഞ്ഞ പോലെ വർഗീയതയ്ക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഷിംജിത മാത്രമായിരിക്കില്ല, ഇതിപ്പോൾ അറിഞ്ഞിട്ടും, കാരണം ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അതൊന്നും അറിയാത്ത പോലെ ഞാനാണ് ഏറ്റവും വലിയ എന്താ പറയുക ഇൻഫ്ലുവൻസർമാർ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ, നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളൊന്നും കൂടി ഒന്ന് വിലയിരുത്തേണ്ടത്. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ KSRTC ബസ്സിൽ ഒരു ആളെ മുഖം ബ്ലെയർ ആക്കിയിട്ട് അപ്സ എന്ന് പറഞ്ഞൊരു നായിൻ്റെ മോള് പിന്നെ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് അവളേതായ തന്തയില്ലാത്ത അല്ലെങ്കിൽ തള്ളയില്ലാത്ത വേറെ രീതിയിലുള്ള ഒരു വാക്കുകളൊക്കെ നമ്മുടെ മുന്നിൽ പറയണ്ടായി. പക്ഷെ അവളെയൊക്കെ നമ്മുടെ ആണുങ്ങൾ, അതായത് മാനാഭിമാനമുള്ള പുരുഷന്മാർ അവളെ ഇനി പറയാത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് എന്താ പറയുക മൂർച്ചയേറിയ ഒരു ആയുധമാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കൊണ്ട് നടക്കണം, അല്ലെ നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ചില ആളുകൾക്ക് അത് എന്താ പറയുക പോസിറ്റീവ് ആവും, ചില ആൾക്കാർക്ക് നെഗറ്റീവ് ആവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി അവിടെ പോസിറ്റീവ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരാളുടെ റീൽസോ അല്ലെങ്കിൽ ഫോട്ടോയോ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് പിന്നെ ഉപകാരം ഉള്ളതാവണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ വേറെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പൊതുസമൂഹത്തിൽ എനിക്ക് എന്തൊക്കെ പറയാനുണ്ടോ
അത് എൻ്റെതായ സുഹൃത്തുക്കളോട് ഞാൻ പറയാണ്. അപ്പോൾ നമ്മുടേതായ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റുകൾ ഇടുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള അവസ്ഥകൾ വരും. ഇപ്പോൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പൈസ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഈ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഇതേപോലെ എന്താ പറയുക തന്തയില്ലാത്ത പരിപാടികൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷനാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അവിടെ എന്താ പറയുക ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസോ അല്ലെങ്കിൽ ശബരിമല കൊള്ള സ്വർണ്ണ കേസോ അല്ലെങ്കിൽ പിന്നെ ഈ വ്യഭിചാര കഥകളോ ഒന്നും ആയിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ആണുങ്ങൾക്ക് ഒരു വിലയില്ല. എന്താണ് ഈ കേരളത്തിന് വിലയുള്ളത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനും അതേപോലെ തന്നെ കേരളത്തിൻ്റെതായ ആചാരങ്ങൾക്കൊന്നും ഒരു വിലയില്ല. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ഒരു കേരള മെൻസ് അസോസിയേഷൻ എന്നുള്ളൊരു സംഘടന അത്യാവശ്യം തന്നെയാണ്. കാരണം പെണ്ണുങ്ങൾക്ക് അതുണ്ട്, പക്ഷെ പെണ്ണുങ്ങൾക്ക് അതുണ്ടായിട്ട് അവർക്ക് അതിനുള്ള ലൈസൻസാണ്. ഈ പെണ്ണിന് എന്ത് വേണമെങ്കിലും, കാരണം ഇപ്പം ഈ ഷിംജിത എന്ന് പറഞ്ഞ പെണ്ണ് അതായത് തലയിൽ മക്കന ഇട്ടിട്ട്, കാരണം അവളൊരു മുസ്ലിമാണ്. ആ മുസ്ലിം ആകുമ്പോൾ ദുബായിലേക്ക് പോകുമ്പോൾ അവള് മക്കന ഇടാതെ പോവും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ അവള് മക്കനിടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ മക്കന എന്ന് പറഞ്ഞത് അതായത് മുസ്ലിങ്ങളുടെ ഭാഷയിൽ തട്ടം, അത് അവരുടെ ഇഷ്ടത്തിനാണോ ഈ തട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ല, അതൊരു സംസ്കാരമാണ്. അത് മുസ്ലിം എന്ന് പറയുമ്പോൾ അവരുടേതായ ഒരു എന്താ പറയുക ഒരു അവകാശവും അല്ലെങ്കിൽ സംസ്കാരവും ആചാരമൊക്കെയാണ്. ഇത് ചില ഇവിടെ മണ്ണാർക്കാടിനെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ന്യൂജൻ പിള്ളേരാണ്, പ്രായമായവരോ അല്ലെങ്കിൽ പക്വത ഉള്ളവരോ അല്ല. ഇവർ ഇടയ്ക്ക് തട്ടം ഇങ്ങനെ എന്താ പറയുക മക്കനങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഊരും, ഇടയ്ക്ക് ഇങ്ങനെ താഴ്ത്തിക്കിടും, ഇടയ്ക്ക് ഇങ്ങനെ ഊരും, ഇടയ്ക്ക് ഇങ്ങനെ താഴ്ത്തിക്കിടും. അപ്പോൾ ഇത് ഒരു സ്റ്റൈലായിട്ടാണ് ഇപ്പോൾ ഇവർ കാണുന്നത്. ഇതൊക്കെ എന്തിൻ്റെ രീതിയിലാണ് അല്ല ഏത് രീതിയിലാണ് കൊണ്ടുപോകണമെന്ന് അറിയില്ല. അപ്പോൾ അതൊന്നും കാണാനോ അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും ഇവിടെ ഒരാളുമില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് പ്രശ്നം തന്നെയാണ്. അതായത് അത് അവര് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് തോന്നുന്നുണ്ട്, അല്ലാതെ ഇപ്പോൾ അവരങ്ങനെ ചെയ്യില്ല. അതിപ്പോൾ മൊത്തത്തിൽ ആക്ഷേപിച്ച് പറയല്ല. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഈ പെണ്ണ് ഈ ഷംജിത എന്ന് പറയുന്ന ആ സ്ത്രീ തട്ടമിട്ട് എന്താടി നീ തട്ടമിടാത്ത, ദുബായിലേക്ക് പോകുമ്പോൾ നീ ഇടാതെ പോണ്, കേരളത്തിലാവുമ്പോൾ നീ ഭയങ്കര തട്ട ഇട്ടിട്ടാണല്ലോ നീ വീഡിയോ എടുക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയുക മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിന് കമൻറ്റുകൾ മാത്രമല്ല വീഡിയോസും വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വീഡിയോസ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ കേരളത്തിൽ ഈ ആണുങ്ങൾ അതായത് പുരുഷന്മാർ ചെയ്ത, കാരണം ഈ വീഡിയോ ചെയ്യാത്ത ആൾക്കാരും കൂടി ആ വീഡിയോ എടുത്തിട്ട് ഷിംജിതക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അവൾ പുഴുത്ത് ചാവണം, അല്ലെങ്കിൽ അവൾ നരകിച്ച് മരിക്കണം, അല്ലെങ്കിൽ അവൾ പിന്നെ സമാധാനം എന്താണെന്ന് അറിയാതെ അവൾ മരിക്കണം. കാരണം അവൾക്കൊരു കുട്ടിയുണ്ട്, അവൾക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബം എന്ന് പറയുമ്പോൾ 6 മാസമായിട്ട് ഈ ഭർത്താവുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് അവൾ വാടക വീട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവളൊരു മോശമായിട്ടുള്ള സ്ത്രീയാണ്, അവളുടെ പിന്നെ എന്താ പറയുക അവളെ സൗന്ദര്യം കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾ അങ്ങനെ, അതിപ്പോൾ ഒരാൾ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിപട്ടികയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മോശമായിട്ട് തന്നെയാണ് വരിക. അത് ആണായാലും പെണ്ണായാലും. കൂടുതലും ആണുങ്ങൾക്കാണ് വരാറ്, പെണ്ണിന് പിന്നെ അതിനെപ്പറ്റിയൊന്നും സാധ്യത കാണില്ല. പക്ഷെ എന്നിരുന്നാലും ഇവള് ചെയ്ത ആ വലിയൊരു എന്താ പറയുക തെറ്റ് അത് എല്ലാ ജനങ്ങളും, കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്, അതേപോലെ ദുബായ്, പുറത്തുള്ള ഇന്റർനാഷണൽ, അതേപോലെ തന്നെ മൊത്തത്തിൽ എത്തിയിരുന്നു. അവർ പറയാത്ത തെറികളില്ല. ഇപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ കന്നഡക്കാരൊക്കെ പറയുന്നുണ്ട്, കന്നഡ അതേപോലെ ഹിന്ദിക്കാരടക്കം പറയുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം ആ ചെയ്ത തെറ്റിൻ്റെ ഒരു എന്താ പറയുക അവസ്ഥ. അപ്പം നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പരമാവധി നമ്മളെ തന്നെ തിരിച്ചറിയാം. ഒന്നാമത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൂർച്ചയേറിയ ഒരു വാളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഈ പോണവരെ അല്ലെങ്കിൽ ആ വരുന്നവരെയൊക്കെ എനിക്ക് ഒളിഞ്ഞിരുന്നിട്ടോ അല്ലെങ്കിൽ മറഞ്ഞിരുന്നിട്ടോ എനിക്ക് വീഡിയോ എടുത്തിട്ട് എനിക്ക് എൻ്റെതായ രീതിയിൽ എനിക്ക് പറയാം. പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ഈ മനസാക്ഷി ചിലപ്പോൾ നമ്മളത് ചെയ്തത് വീഡിയോ അപ്ലോഡാവും, ലൈക്കും റീച്ചും വ്യൂസും കാശും കിട്ടും, പക്ഷെ മനസാക്ഷി അത് അംഗീകരിക്കില്ല. അപ്പോൾ നമ്മളൊക്കെ 3 നേരം ഭക്ഷണം കഴിക്കുന്നതും 8 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാരുമാണ്.
അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 3 എണ്ണം നമുക്ക് ഇല്ലാതെയാവും. പിന്നെ നമ്മൾ എന്താവും, ഭ്രാന്തനാവും. ഇനി അതേ അവസ്ഥയിലേക്ക് ആയിരിക്കാം ചിലപ്പോൾ ഈ സ്ത്രീ ഇനി പോവുക. കാരണം ഇവളുടെ കുടുംബങ്ങൾ ഇനി ചിലപ്പോൾ ഒഴിവാക്കും. അതേപോലെ ഇവളുടെ ഭർത്താവ് ഇനി ചിലപ്പോൾ എന്തിൻ്റെ പേരിലാണോ ഇവള് പിന്നെ പോയത് അതിൻ്റെ പേരിൽ ഇനി അത് ഒഴിവാക്കപ്പെടട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവള് അല്ലെങ്കിൽ അനാഥത്വം സ്വീകരിച്ചു എന്നും കൂടി പറയാം ഒറ്റ വീഡിയോയിൽ. ഇപ്പം എല്ലാവരും പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മുല തട്ടി ലോകത്തിൽ മരിച്ച ഒരേ ഒരാൾ ദീപക് എന്നാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഓർമ്മയ്ക്കും അല്ലെങ്കിൽ സ്മരണയ്ക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ ആളുകൾ മെഴുകുതിരി കത്തിച്ചിട്ട് എന്താ പറയുക ഒരു മൗനപ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ ഏകദേശം 3 ലക്ഷം രൂപയോളം അവരുടെ കുടുംബത്തിന് കൈമാറി. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള മലബാർ ഗോൾഡ് എന്ന് പറയുന്ന സ്വർണ്ണ കടയുടെ മുതലാളി അവർ ഏകദേശം 1 ലക്ഷം രൂപ ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു വലിയൊരു എന്താ പറയുക സമാധാനം പുരുഷന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയാണ്. കാരണം ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ആദ്യം ദൈവം ഉണ്ടാക്കി എന്ന് പറഞ്ഞത് പുരുഷനെയാണ്. അതിനുശേഷം ദൈവത്തിന് തോന്നിയൊരു പൊട്ടത്തരായിരിക്കാം ഈ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പൊട്ടത്തരം ഇപ്പോൾ ദൈവത്തിന് അത് വേണ്ടേന്നില്ല, ഞാനത് ചെയ്യേണ്ടേന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. കാരണം അത്രയും വലിയ തെറ്റുകളാണ് ഇപ്പോൾ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു പിന്നെ ഭാര്യ അല്ലെങ്കിൽ ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനൊക്കെ ചിലപ്പോൾ ഈ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ അസൂയയോടെ നോക്കി നിൽക്കാറുണ്ട്. കാരണം എനിക്കൊന്നും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അതുപോലുള്ളൊരു ഭാഗ്യം വേണ്ട. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സ്ത്രീകളെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം അത്രയും എന്താ പറയുക അവർ അധംപതിച്ച് പോയി. അത് കാരണം അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് അവർക്ക് ആരെ വേണമെങ്കിലും ഒഴിവാക്കാം, ആരെ വേണമെങ്കിലും നിർത്താം, ആരെ വേണമെങ്കിലും എന്താ പറയുക കേസ് കൊടുപ്പിക്കാം, ആരെ വേണമെങ്കിലും ജയിലിലാക്കാം. അങ്ങനെയുള്ളൊരു സാധ്യതയിലേക്ക് പോയി നമ്മുടെ കേരളം. പിന്നെ കേരളം പോയി എന്ന് മാത്രമല്ല, അതങ്ങനെ കേരളത്തിലെ സർക്കാരിൻ്റെ ഇതായിട്ടുള്ള എന്താ പറയുക നെറികെട്ട ഭരണം കൊണ്ട്, കാരണം ജനങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇവിടുത്തെ സർക്കാരിന്. അപ്പം അതുകൊണ്ട് എന്തായി ഈ തെറ്റിലേക്ക് തന്നെ വീണ്ടും നയിക്കുക എന്ന് മാത്രം. അതാണ് ശരിക്കും ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവസാനം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക. അത് പിന്നെ കാറായാലും ബൈക്കായാലും ബസ്സായാലും ലോറി ആയാലും ഇനി വലിയ വാഹനങ്ങളെ നിങ്ങൾ പരമാവധി ബഹുമാനിക്കാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഒരിക്കലും കുറവ് വരുത്തില്ല, അത് കൂടുതൽ നന്മയിലേക്ക് മാത്രമാണ് കിട്ടുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഫോണ് പരിശോധിക്കേണ്ടി വരും, അവരുടെ മൊഴി എടുക്കേണ്ടി വരും. പക്ഷെ മൊത്തത്തിൽ ഇപ്പോൾ നീതിയൊന്നും നമ്മുടെ ഈ ആൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇത്രയും കാര്യങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിട്ടും എന്നാ കിട്ടില്ല, അതങ്ങനെയും പറയാം. കാരണം നമ്മുടെ കേരളത്തിലെ സർക്കാരായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പുരുഷന്മാർ മൊത്തത്തിൽ കൂട്ടത്തോടെ എന്നിട്ട് പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ കൂട്ടത്തോടെ നമ്മൾ മരിക്കണം. എന്നിട്ട് ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ സർക്കാരും അതേപോലെ തന്നെ ഇവിടുത്തെ സ്ത്രീകളും മാത്രം മതി. അതാകുമ്പോൾ എന്താ അറിയോ, അവർ നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി ജീവിച്ചോട്ടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്തായാലും നമുക്ക് നാളത്തെ വാർത്തകളും അതേപോലത്തെ നാളത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കേൾക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊന്നും ഇടാൻ പോകരുത്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്താണ് അവർ പറയണത്, അല്ല എന്താണ് അവർ നമ്മളോട് കാഴ്ചകൾ കാണിക്കുന്നത്, അതിനനുസരിച്ചുള്ള കമൻറ്റുകളോ കാര്യങ്ങളോ മാത്രം നിങ്ങൾ എഴുതുക. അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തുറന്നു പറയാം. അല്ലാതെ വെറുതെ തെറി പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കാനോ നിങ്ങൾ ഒരിക്കലും പോകരുത്. എന്തായാലും നമുക്ക് നാളെ കാണാം. നിങ്ങളുടെ ചൂട് പറ്റാണ്ടല്ലേ ഞാൻ കാശോട്ടന്നെ വേണമെങ്കിൽ ഇരുന്നൂടാ. നിങ്ങളെ വീട്ടിൽ കൊണ്ടാണ് ബസ് നിങ്ങളുടെ നിങ്ങൾ പണിയുണ്ടെന്നൊക്കെ ഇവിടെ വേണമെങ്കിൽ ഇരുന്നൂടാ. അഷ്ടേ ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ. എന്തായാലും